ഹലോ, നമുക്കിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് വിശേഷമൊക്കെ പറയാമല്ലേ? വിശേഷമല്ല, പണ്ടത്തെ എൻ്റെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെയാണ്. എനിക്കിങ്ങനെ കഥയൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കേട്ടിരിക്കാൻ കുറച്ച് പേർക്കൊക്കെ ഇഷ്ടമാണ് എന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ പറയുന്നതും. ഞങ്ങൾ വീട്ടിലെ 3 പെൺകുട്ടികളാണല്ലോ. അപ്പം മൂത്ത ആളും ഞാനും തമ്മിൽ ഒരു കീരിയും പാമ്പും വൈബ് അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. ഇന്ന് ഭയങ്കര സ്നേഹത്തിലാണ്, ഒരേ വൈബൊക്കെ ആണെങ്കിലും ചെറുതായിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ട അടി ഉണ്ടാക്കുന്ന ടൈപ്പായിരുന്നു കേട്ടോ. ചേച്ചി ഞങ്ങളെക്കാളും വലുതായതുകൊണ്ട് തന്നെ ഒരിത്തിരി നേരത്തെ അവൾക്ക് സ്വന്തമായിട്ട് റൂമും സ്വന്തമായിട്ട് അലമാരയും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. അതിലെനിക്ക് പണ്ടേ ഒരു അസൂയ ഉണ്ടായിരുന്നു കേട്ടോ. ചേച്ചി ഒറ്റയ്ക്ക് ഒരു റൂമിൽ കിടന്നുറങ്ങുന്നതും ഒറ്റയ്ക്ക് ഒരു ഷെൽഫ് തനിയെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതൊക്കെ എനിക്ക് അന്ന് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. എനിക്കതിലെല്ലാത്തിലും കൈ കടത്തണം അങ്ങനെയുള്ളൊരു ചിന്താഗതിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒന്നിനിട്ട് സമ്മതിക്കുകയില്ലായിരുന്നു. ആളാണെങ്കിൽ എന്നെ ഒളിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തിൽ ഒരു മേജർ ഭാഗം ഞാൻ മാറ്റി വെച്ചത് CID പണിക്കായിരുന്നു. ചേച്ചിയുടെ റൂമിൽ എന്താണ് ചെയ്യുന്നത്? ചേച്ചിയുടെ ഒരു അലമാരയുണ്ട്, ഒരു പൂട്ടുള്ള ഒരു അലമാര. അതിൻ്റെ അകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് അവൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്, ഇതൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയായിരുന്നു എൻ്റെ കുട്ടിക്കാലത്തിലെ മെയിൻ ഒരു ഭാഗം. ആ പൂട്ടുള്ള അലമാര ഒരുപാട് നാൾ എൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയാഞ്ഞിട്ട് എനിക്ക് ഒരു ഇരിക്കപ്പുറതി ഉണ്ടായില്ല. പക്ഷെ അത് തുറന്നു നോക്കാന്ന് പറയുന്നത് അത്ര സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. ആ അലമാര പൂട്ടി അതിൻ്റെ താക്കോൽ എവിടെയെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടായിരിക്കും ആളെപ്പോഴും പുറത്തേക്ക് പോകാട്ടോ. എനിക്കാണെങ്കിൽ ഇതിങ്ങനെ ഭയങ്കര ഒരു വെമ്പലായിരുന്നു ഇത് എന്താണെന്ന് അറിയാനായിട്ട്. എപ്പോഴും ഞാൻ അമ്മോട് ചോദിക്കും. അമ്മയാണെങ്കിൽ നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടണേ, അവളായി അവളുടെ പാടായി അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ എല്ലാവരും അവൾക്ക് സപ്പോർട്ട്. എന്നാൽ പിന്നെ എനിക്ക് എന്തായാലും അറിയണമെന്ന് വിചാരിച്ച് കുറച്ച് നാളുകളുടെ നിരീക്ഷണങ്ങൾക്ക് ശേഷം ഇത് ഇവളെവിടെയാണ് ഒളിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ തലോണയുടെ അടിയിൽ ഒരു പേപ്പർ ഉണ്ട്. ആ പേപ്പർ 2ആയിട്ട് മടക്കി അതിൻ്റെ ഉള്ളിലാണ് ഈ താക്കോൽ അവൾ വെച്ചിട്ട് പോവാറ്. അങ്ങനെ ഞാൻ ഒരു ദിവസം അവളറിയാതെ ആ താക്കോലെടുത്ത് ആ ഒരു അലമാര തുറന്നു നോക്കിയപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടോ. നമ്മുടെ ഹോർലിക്സിൻ്റെയും ബൂസ്റ്റിൻ്റെയൊക്കെ കുപ്പിയിൽ അത് കഴുകി വൃത്തിയാക്കി അതിനകത്ത് നിറയെ ചാമ്പയ്ക്ക ഉപ്പിലിട്ടത്, ലൂബിക്ക ഉപ്പിലിട്ടത്, മാങ്ങാത്തൊലി കുഞ്ഞു പെട്ടിയിൽ, ഫെയർ ആൻഡ് ലവ്ലി, മുൾട്ടാണി മിട്ടി, അങ്ങനെ കുറേ സാധനങ്ങൾ. എനിക്കിതെല്ലാം കണ്ടപ്പോൾ അന്നത്തെ എൻ്റെ ചെറിയ മനസ്സിന് ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടൊരു ഫീലായിരുന്നു. എനിക്ക് ആവശ്യമുള്ളതൊക്കെ ഞാനെടുത്ത് കഴിച്ചു. തെളിവ് സഹിതം എന്നെ പൊക്കി നൈസായിട്ട്. അന്ന് ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. ഈ മുൾട്ടാണി മിട്ടിയും ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ അമ്മ തന്നെയാണ് അവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്കും ഇത് യൂസ് ചെയ്യാനുള്ള ആഗ്രഹമൊക്കെ തോന്നി തുടങ്ങുമ്പോൾ ആ പ്രായത്തിൽ വാങ്ങിത്തരാമെന്നാണ് അമ്മ വിചാരിക്കുന്നതെങ്കിലും എനിക്കതൊന്നും പറഞ്ഞിട്ട് തലേ കയറുന്നേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു കാര്യത്തിന് എനിക്ക് അമ്മയുടെ കയ്യിൽ നിന്നും അടി കിട്ടി, ചേച്ചിയുടെ കയ്യിൽ നിന്നും അടി കിട്ടി, ആകെ നാണക്കേടായി. അതോടുകൂടി എൻ്റെ ആ ഒരു CID പണി ഞാൻ അവിടെ അവസാനിപ്പിച്ചു കേട്ടോ.